പ്രാവശ്യം കേട്ടിട്ടുള്ള കഥയല്ല. സപ്താഹ ജ്ഞാനേജ് നടക്കുമ്പോൾ 2-ാം ദിവസം അജാമിള മോക്ഷം കഥ കേട്ടിട്ടുണ്ട്. ധാരാളം പ്രാവശ്യം പാരായണം ചെയ്ത് കേട്ടിട്ടുമുള്ളതായ കഥാമൃതമാണ് അജാമിള മോക്ഷം. എങ്കിലും കേട്ടിട്ടില്ലാത്തവർക്ക് ആ കഥയൊന്ന് അറിയുവാനും കേട്ടിരിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി അജാമിള മോക്ഷം കഥ. പണ്ട് കന്യാകുബ്ജം എന്ന് പറയുന്നതായ ദേശത്തിലെ ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം തന്റെ കുലവൃത്തി അനുസരിച്ച് ജീവിതചര്യ നയിക്കുമ്പോൾ സമിതികൾ ശേഖരിക്കുവാൻ വേണ്ടി ഒരു കാനന പ്രദേശത്ത് എത്തിച്ച് ഹോമത്തിന് വേണ്ടതായ ദ്രവ്യങ്ങൾ സ്വീകരിക്കുക. സമിത്ത പുഷ്പകള്, ദർഭയും ചമതയും ഒക്കെ യജ്ഞത്തിന് ആവശ്യമായ ദ്രവ്യങ്ങളാണ് ഹോമത്തിന് വേണ്ടത്. അത് സ്വീകരിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നതായ സന്ദർഭത്തിൽ ആരണ്യ പ്രദേശത്ത് വെച്ച്, ആ കാനന പ്രദേശത്ത് വെച്ച് ഒരു സുന്ദരിയെ അദ്ദേഹം കാണുകയുണ്ടായി. നിൽക്കുന്ന സുന്ദരിയെ കണ്ടപ്പോൾ അദ്ദേഹം വന്ന കാര്യം പോലും മറന്നുപോയി. ആ സുന്ദരിയിൽ ഇങ്ങനെ കണ്ണ് ഉടക്കി നിന്നു. തന്നെ നോക്കി നിൽക്കുന്നതായ ആ ബ്രാഹ്മണനെ കണ്ടപ്പോ ആ തരുണിയും അദ്ദേഹത്തെ തന്നെ അങ്ങനെ നോക്കി നിന്നു. രണ്ടുപേരും പരസ്പരം നോക്കി കണ്ണുകൾ കൊണ്ട് അവർ ചാറ്റിങ് ചെയ്തു. ഒരൊന്നൊന്നര നോട്ടം നോക്കി അങ്ങനെ നിന്നപ്പോ ഈ ബ്രാഹ്മണന്റെ നോട്ടം കണ്ടപ്പോ തരുണിക്ക് മനസ്സിലായി തന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്, ഇംഗിതമുണ്ട് എന്ന് മനസ്സിലായി. കടകണ്ണുകൊണ്ട് അവൾ പറഞ്ഞു, അങ്ങയുടെ ഹിതം എന്താണോ, ഇഷ്ടം എന്താണോ, അതിന് ഞാൻ അനുകൂലയാണെന്നതുടൻ അപാങ്കാനനം കൊണ്ട് കമ്മന്തം കടാക്ഷിച്ച കടകണ്ണുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഹിതത്തിന് അനുകൂലയാണ്. പിന്നെ മന്ദിച്ചില്ല, കരം ഗ്രഹിച്ചു. ആ ശൂദ്ര സ്ത്രീയോടൊപ്പം അവളുടെ ഗൃഹത്തിലേക്ക് യാത്ര തിരിച്ചു. ശൂദ്രതരണിയോടൊപ്പം അദ്ദേഹം ഗൃഹത്തിലേക്ക് പോയി, അവളോടൊപ്പം വസിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു നാമമുണ്ടായ, ഒരു പേര് കിട്ടി, അജാമിളൻ. അദ്ദേഹത്തിന്റെ ഇരട്ടപ്പേരാണ്. ജാമി കുലസ്ത്രീ, അജാമി കുലസ്ത്രീ അല്ലാത്തവർ, ഇളൻ പ്രാപിച്ച അജാമിളൻ. ജാമി കുലസ്ത്രീ ഇളൻ, അജാമി കുലസ്ത്രീ അല്ലാത്തവൻ ഇളൻ പ്രാപിച്ചു. കുലസ്ത്രീ അല്ലാത്തവളോടൊപ്പം പ്രാപിച്ചവൻ ആരോ അവൻ അജാമിളൻ. അദ്ദേഹത്തിന്റെ കുലമെന്ന് പറയുന്ന ബ്രാഹ്മണകുലമാണ്. ആ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചതായ അദ്ദേഹം ശൂദ്രതരണിയോടൊപ്പം വസിക്കുവാനിടയായി തീർന്നതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ അരിമ പേരാണ്, ഓമന പേരാണ്, നാട്ടുകാർ കൊടുത്ത പേരാണ് അജാമിളൻ എന്നത്. അങ്ങനെ കാലം കൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് സന്തതികളുണ്ട്. സന്തതികളെ പരിപാലിക്കണം, ഭാര്യയെ നോക്കണം, അവരുടെ സന്തോഷമാണ് ഏറ്റവും വലുത്. അതിനുവേണ്ടി കുലവൃത്തിയൊന്നുമില്ല അദ്ദേഹത്തിന്. ശൂദ്രതരണിയോടൊപ്പം വസിക്കുവാനിടയായത് കൊണ്ടിട്ട് കുലവൃത്തിക്കൊന്നും പോകാതെ അദ്ദേഹം ചെയ്തത് സുസ്വമാമത്വമെല്ലാം നശിപ്പിച്ചത്, തന്റേതായിരിക്കുന്നതൊക്കെ വിറ്റ് വിറ്റ് തിന്നു തീർത്തു. അതിനെപ്പോഴുള്ളൊരു മാർഗം. പൂർവികർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ സ്വത്ത് വിറ്റ് തിന്നുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പൂർവികർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് വിറ്റ് തിന്നുക എളുപ്പമുള്ളൊരു കാര്യമാണ്. വയ്യനങ്ങാതെ മുട്ടില്ലാതെ ആഹാരം കഴിക്കും. അങ്ങനെ അദ്ദേഹം സുസ്വമാമത്വമെല്ലാം നശിപ്പിച്ചത്, തന്റേതായിരിക്കുന്നതൊക്കെ വിറ്റ് വിറ്റ് തിന്നു തീർത്തു കഴിഞ്ഞപ്പോ പിന്നെ വിൽക്കാനൊന്നുമില്ല. കിടപ്പാട് മാത്രമല്ലാതെ മറ്റൊന്നുമില്ല. അവരുടെ സന്തോഷം നോക്കണ്ടേ, ഭാര്യയുടെയും കുട്ടികളുടെയൊക്കെ സന്തോഷം, അതാണ് ഏറ്റവും വലുത്. ഇനി എന്താ ചെയ്യുക? അദ്ദേഹം മറ്റൊരു മാർഗം കണ്ടുപിടിച്ചു. കട്ടും കവർന്നും പിടിച്ചും പറിച്ചും, തന്റേതായിരിക്കുന്നൊന്നും ഇനി വിൽക്കാനില്ല എന്ന് കണ്ടപ്പോ പിന്നെ അദ്ദേഹം കണ്ടുപിടിച്ച മാർഗമാണ് കട്ടും കവർന്നും പിടിച്ചും പറിച്ചും മറ്റുള്ളവരുടേത് അപഹരിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുക. അത് നല്ലൊരു മാർഗമാണ്. മോഷണം അല്പം ഉറക്കുളക്കണമെന്നുള്ളതേ ഉള്ളൂ. രാത്രിയാവുമ്പോ പുറത്തേക്ക് ഇറങ്ങുക, മറ്റുള്ളവരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരും അറിയാതെ കൊണ്ടുവന്ന് അപഹരിച്ചു കൊണ്ടുവന്ന് ഭാര്യയ്ക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കുക. പക്ഷേ ഇതുണ്ടാക്കി വെക്കുന്നവർ നഷ്ടപ്പെടുമ്പോ ഒരു വ്യഥയുണ്ടാവും, ദുഃഖമുണ്ടാവും. ആരാണ് ഇത് കവർന്നു കൊണ്ടുപോകുന്നത് എന്ന് കണ്ടുപിടിക്കണമെന്നുള്ളതായ ത്വരയുണ്ടാവും.
അങ്ങനെ കണ്ടുപിടിച്ചു. ചിലർ താക്കീത് കൊടുത്തു, ചിലർ തല്ലും കൊടുത്തു. അപ്പൊ പിന്നെ അതിന് പോകാൻ പറ്റാതെയായി തീർന്നു. ദേഹക്ഷതമേറ്റു, മാനക്ഷതമേറ്റു, ഇനിയും അതിന് പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം മറ്റൊരു മാർഗം കണ്ടുപിടിച്ചു. അത് നല്ലൊരു കാര്യമാണ്. പക്ഷികളെ വെച്ചു പിടിക്കുകയും ഭക്ഷണമായുള്ളത് കൊന്നു കൊടുക്കുകയും. പക്ഷികളെ വലവീശി പിടിച്ചുകൊണ്ട് വന്ന് അതിനെ ചുട്ടു തിന്നുക, കൊല്ലാൻ പറ്റുന്നതിനൊക്കെ കൊന്നു തിന്നുക, കൂട്ടിലിട്ട് വളർത്താൻ പറ്റുന്നതിനെ കൂട്ടിലിട്ട് വളർത്തുക. അത് നല്ലൊരു കാര്യമാണ്. പക്ഷികളെ കൊണ്ടുവന്നിട്ട് താൻ ഭുജിക്കുന്നു എന്നത് മാത്രമല്ല, മറ്റുള്ളവരെ കൂടി മാംസം ഭുജിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നിരവധി ദ്രോഹങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുക എന്ന് പറയുന്നതും അതിലും വലിയൊരു ദുരിതമാണ്. ശ്രീ മഹാഭാഗവതത്തില് പഞ്ചമസ്കന്ധത്തിൽ നരകവർണ്ണനം എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്, ജന്തുവൃന്ദത്തെ ചതിയാൽ പിടിച്ചുകൊണ്ടുവന്ന് അന്ധതയാലെ വളർത്തുന്നവർക്കുള്ളതാണ് ശുചീമുഖം എന്നൊരു നരകം. ശൂലപ്രോതം എന്ന് പറയുന്നതായ നരകം. ആ നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കേണ്ടതായി വരും ജന്തുവൃന്ദത്തെ ചതിയാൽ പിടിച്ചുകൊണ്ടുവന്ന് വളർത്തുന്നത്. ശൂലപ്രോതം എന്ന് പറയുന്നതായ നരകത്തിൽ കിടന്ന് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷികളെ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തുക. അതിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് പക്ഷികൾ യജമാനെ കാണുമ്പോഴുള്ളതായ ഒരു സന്തോഷം ചിറകിട്ടടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ച് യജമാനെ സ്വാഗതം ചെയ്യും, ഒരു സന്തോഷമാണ് കാണുമ്പോൾ. പക്ഷേ ശൂലപ്രോതം എന്ന് പറയുന്നതായ നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കേണ്ടതായിട്ട് വരും. ശൂലപ്രോതം എന്ന് പറയുന്നതായ നരകത്തിൽ പോകാതെ തന്നെ യാതന അനുഭവിച്ചിട്ടുണ്ട്. പണ്ട് മാണ്ഡവ്യൻ എന്ന് പറയുന്നതായ ബ്രഹ്മനിഷ്ഠൻ, അദ്ദേഹം തന്റെ ആശ്രമത്തിൽ ധ്യാനനിരതനായിരിക്കുന്നതായ സന്ദർഭത്തില് രണ്ട് കള്ളന്മാർ മോഷ്ടിച്ച മുദ്രമായി ഈ ആശ്രമ പരിസരത്തെത്തിച്ചു. മോഷണ വസ്തുക്കൾ ആശ്രമത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് അവർ പരിസരത്ത് നടന്നിരുന്നു. കള്ളന്മാരെ തേടിയെത്തിയ രാജഭടന്മാർ അവിടെ പരിശോധിച്ചു. കള്ളന്മാരെ പരിസരത്ത് നിന്നും കണ്ടെടുത്തു. അവരുടെ മോഷണം മുതൽ ആശ്രമത്തിൽ നിന്നും കണ്ടെടുത്തു. ഈ ധ്യാനത്തിലിരിക്കുന്നയാള് കപടവേഷധാരിയാണ്, കള്ളനാണ്, കള്ളന്മാരുടെ നേതാവാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ മാണ്ഡവ്യനെ അവർ കയ്യാമം വെച്ച് മഹാരാജാവിന്റെ മുൻപിൽ കൊണ്ടു നിർത്തി. ആളറിയാതെ മഹാരാജാവ് ശിക്ഷ വിധിച്ചു. ശൂലത്തിൽ കുത്തി നിർത്തുക. 3 പേരെയും ശൂലത്തിൽ കുത്തി നിർത്തി. 2 കള്ളനെയും ഈ മുനിയെയും. മഹാരാജാവ് ആളറിയാതെ ചെയ്തു പോയതാണ്. എങ്കിലും ശൂലത്തിൽ കിടന്നുകൊണ്ട് ഈ 2 പേരും 2 കള്ളന്മാരും ശൂലത്തിൽ കിടന്ന് ചോര വാർന്ന് മൃതരായി തീർന്നു. പക്ഷേ ഈ 3ാമത്തെ ആളിന് മരണം സംഭവിച്ചിട്ടില്ല. കാവൽക്കാർ കാത്തിരിക്കുകയാണ്. രാത്രിയാകുമ്പോ തിത്തിരി പക്ഷികൾ ഇദ്ദേഹത്തിന്റെ ചുറ്റും വട്ടമിട്ടിങ്ങനെ പറക്കുന്നു, കലപില ശബ്ദത്തോടുകൂടി. പക്ഷികളുടെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. വ്രതസഞ്ജീവനി മന്ത്രം ഉപദിഷ്ടമായി കിട്ടിയിരുന്നതായ മാണ്ഡവ്യ മഹർഷി ശൂലാഗ്രഹത്തിൽ കിടന്ന് വ്രതസഞ്ജീവനി മന്ത്രം ലഭിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ല. ദിവസങ്ങൾ 2-3 കടന്നുപോയി. ഭടന്മാരും മഹാരാജാവിന്റെ മുൻപിൽ എത്തി പറഞ്ഞു, മഹാരാജ, തെറ്റുപറ്റിയെന്നാണ് തോന്നുന്നത്. ആ ശൂലത്തിൽ കിടന്ന് 2 പേരും മൃതരായി. പക്ഷേ കള്ളന്മാരുടെ നേതാവെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച ആ മുനിയുടെ വേഷധാരിക്ക് മരണം സംഭവിച്ചിട്ടില്ല. രാത്രിയാകുമ്പോ തിത്തിരി പക്ഷികൾ ചുറ്റും പറക്കുന്നു വട്ടമിട്ട്. കിളികളുടെ ഭാഷയിൽ എന്തൊക്കെയോ അദ്ദേഹവും കവില കൂട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പൂർവികര് അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി വന്നതാണ്. അബദ്ധം മനസ്സിലായ മഹാരാജാവ് മുനിയുടെ മുൻപിൽ ചെന്നു ക്ഷമാപണം ചെയ്ത് ആ ശൂലാഗ്രഹത്തിൽ നിന്നും അദ്ദേഹത്തെ മുക്തനാക്കുവാനായി കൽപ്പിച്ചു. ശൂലം ഊരിയെടുക്കാൻ നോക്കുമ്പോ അത് ശൂലം ഊരി വരുന്നില്ല, വയറ്റിലങ്ങനെ തടസ്സം. അത് അറുത്തു മാറ്റാൻ മഹാരാജാവ് കൽപ്പിച്ചു. ശൂലം അറുത്തു മാറ്റി. ഒരു ഭാഗം മുന്നിലേക്കും ഒരു ഭാഗം പിന്നിലേക്കും വയറിലങ്ങനെ തറച്ചു നിൽക്കുക. അദ്ദേഹത്തിന് പുതിയൊരു നാമം കിട്ടി, അണിമാണ്ഡവ്യൻ. ആണിമാണ്ഡവ്യൻ എന്നും അണിമാണ്ഡവ്യൻ എന്നും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഒരിക്കൽ ഇദ്ദേഹം യമധർമ്മദേവന്റെ അരികിലെത്തി കാലപുരി. യമധർമ്മദേവനോട് ചോദിച്ചു, ധർമ്മദേവ, യാതൊരു തെറ്റും ചെയ്യാതെ ആശ്രമത്തിൽ ധ്യാനനിരതനായിരുന്ന എന്നെ കള്ളന്മാരോടൊപ്പം കയ്യാമം വെച്ച് മഹാരാജാവിനെ നൽകി. മഹാരാജാവ് ആളറിയാതെ ശിക്ഷ വിധിച്ചു. ശൂലാഗ്രഹത്തിൽ കുത്തുന്നു. ശൂലാഗ്രഹത്തിൽ കിടന്ന് ഞാൻ യാതന അനുഭവിച്ചു.
യാതൊരു തെറ്റും ചെയ്യാതിരുന്നതായി എന്നെ ശൂലാഗ്രഹത്തിൽ നിർത്തി വേദന അനുഭവിക്കുവാൻ ഇടയായത് എന്തുകൊണ്ടിട്ടാണ്? ധർമ്മദേവൻ പറഞ്ഞു, മഹർഷി, അവിടത്തേക്ക് കുട്ടിക്കാലത്ത് ചെറിയൊരു ദുശ്ശീലമുണ്ടായിരുന്നു. കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ എറുമ്പുകളെ അങ്ങ് ഈർക്കിലിയിൽ കോർക്കുമായിരുന്നു. എറുമ്പുകളെ പിടിച്ച് ഈർക്കിലിയിൽ കോർക്കുമായിരുന്നു. അതിനുള്ള ശിക്ഷയായിരിക്കും. ധർമ്മദേവ, 8 വയസ്സിൽ താഴെ കുട്ടികൾ ചെയ്യുന്നതായ തെറ്റുകൾക്കൊന്നും ശിക്ഷയില്ല എന്ന് അങ്ങയുടെ തന്നെ ഗ്രന്ഥമായിരിക്കുന്ന അഗ്രസംഖ്യാതി എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറയപ്പെടുന്നു. അപ്പോൾ പിന്നെ 8 വയസ്സിൽ താഴെയുള്ളതായ പ്രായത്തിൽ ഞാൻ ചെയ്തതായ തെറ്റിന് ഇത്ര ചെറിയൊരു തെറ്റിന് വലിയൊരു ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് മനുഷ്യജന്മമെടുത്ത മനുഷ്യന്റെ വേദന എന്ന ദുഃഖമെന്ത് എന്ന് അവിടുന്ന് അനുഭവിക്കുക. അണിമാണ്ഡവ്യനൊരു ശാപം പുനർത്തു യമധർമ്മദേവൻ. ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് യമധർമ്മദേവൻ ശൂദ്രയോനിയിൽ വേദവ്യാസ മഹാമുനിയുടെ പുത്രനായി ജന്മമെടുത്തത്. വിതുരര് പാണ്ഡവന്മാരുടെയും ധൃതരാഷ്ട്രയുടെയും ഇളയവനായ പാണ്ഡുവിനെയും ധൃതരാഷ്ട്രയുടെയും ഇളയവനായ വിതുരർ ശൂദ്രയോനിയിൽ ജനിച്ച ദാസിയിൽ ജനിച്ച വിതുരർ. എറുമ്പുകളെ പിടിച്ചു കോർത്തതിന് ശൂലത്തിൽ കിടക്കേണ്ടി വന്നു അണിമാണ്ഡവ്യൻ. ഇവിടെ ചന്ദ്രവൃന്ദത്തെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതായ ഈ ബ്രാഹ്മണൻ ചെയ്തതായ ദ്രോഹങ്ങളും നിരവധിയാണ്. ശൂലപ്രോധം എന്നതായ നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കേണ്ടി വരും. കൂട്ടിൽ പിടിച്ചിട്ടിരിക്കുന്ന കിളിയുടെ അരികിൽ ചെല്ലുമ്പോൾ കിളി സന്തോഷത്തോടുകൂടി ചെറുകിട്ടടിക്കും. യജമാനന്റെ സന്തോഷമാണ്. കണ്ടില്ലേ, തീറ്റ കൊടുക്കുന്നതിന്റെ നന്ദി അത് പ്രകടിപ്പിക്കുന്നു. ചെറുകിട്ടടിച്ച് എന്നെ സ്വാഗതം ചെയ്യുന്നു, എന്നെ സന്തോഷം പ്രകടിപ്പിച്ച് കാണിക്കുന്നു. പക്ഷേ ആ കൂട്ടിൽ കിടക്കുന്ന കിളി ചെറുകിട്ടടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയല്ല, ആ ജീവി അതിനുള്ളിൽ കിടന്ന് പിടയുകയാണ്. അതാ മഹാഭാവി എന്നെ ഇതിൻ്റെ അകത്ത് നിന്നൊന്ന് തുറന്നു വിട, ഞാൻ ഈ കൂട്ടിൽ നിന്ന് പുറത്തു പോകട്ടെ. എനിക്ക് ഭഗവാൻ എന്നെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ ചെറുത് തന്നിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ വേണ്ടി എനിക്ക് ചെറുകൾ തന്നിട്ടുണ്ട്. ഞാൻ ഈ വിഹായസിനോട് പാറിപ്പറക്കട്ടെ, ഞാൻ കൂടുകൂട്ടട്ടെ, ഞാൻ എൻ്റെ ഇണയെ കണ്ടെത്തട്ടെ, സുന്ദരി പരിപാലനം ഞാൻ നടത്തട്ടെ. മഹാഭാവി, നീ എന്നെ ഇതിൽ ബന്ധിച്ചിരിക്കുകയല്ലേ? ആ കൂട്ടിൽ കിടന്നുകൊണ്ട് ആ കിളി തപിക്കുകയാണ്. ആ താപം ഒരു ശാപമായി തീരുകയാണ്. ആ ശാപത്തിന്റെ ഫലമായിട്ട് ശൂലപ്രോധം എന്ന നരകത്തിൽ പോകേണ്ടതായി വരുന്നു എന്ന് നരകവർണ്ണനത്തിൽ പറയപ്പെടുന്നുണ്ട്. അത്രയ്ക്ക് ദ്രോഹങ്ങളൊക്കെ ചെയ്തതായ ജാമണൻ എന്ന് പറയുന്നതായ ഈ ബ്രാഹ്മണൻ 88 വയസ്സ് ചെല്ലോളം അങ്ങനെ വയസ്സ് 88ആയി. ഒന്നിനും പറ്റാത്തതായ സ്ഥിതിവിശേഷത്തിൽ ഒരു മുട്ടി പോലെ കിടക്കുന്നു ജാമണൻ. ഭാഗവത്തിൽ എങ്ങനെ പറയുന്നത്? മുട്ടി, കീറാൻ പറ്റാത്തതായ സാധനം മുട്ടി. ഒരു വൃക്ഷത്തിന്റെ 2 ശിഖരങ്ങൾ ചേരുന്നതായ ഭാഗം അത് തല്ലി കീറാൻ വലിയ പ്രയാസമാണ്. കീറാൻ പറ്റാത്തത് കൊണ്ട് എന്താ ചെയ്യുക? അതിനെ അങ്ങ് എടുത്തുകളെ ഉപേക്ഷിക്കും. തല്ലി കീറാൻ വലിയ പ്രയാസം, അതങ്ങ് ഉപേക്ഷിക്കും. പണ്ടുകാലത്ത് ഈ മുട്ടിക്ക് പ്രയോജനം ഉണ്ടായിരുന്നുവെന്ന് പൂർവികർ പ്രായമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എപ്പോഴെന്നറിയാണ് ചില അമ്മമാർക്ക് ചിരി വരുന്നത്. പെണ്ണ് കാണാൻ വരുമ്പോ കാരണവന്മാര് ഈ ചെറുക്കന്റെ മുമ്പിലേക്ക് മുട്ടി എടുത്തിട്ട് കൊടുക്കും. തല്ലി കീറി കൊടുത്തെങ്കിലേ പെണ്ണിനെ കൊടുത്തിട്ടുള്ളൂ. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതിനും വേണ്ട. അതുകൊണ്ട് ആ മുട്ടി പോലെ കിടക്കുന്നു അജാമല, അല്ലേ? താ എന്ന് പറയുന്ന മലയാളത്തിലെ അക്ഷരം പോലെ താ കിടക്കുന്നു അജാമല. ഒന്നിനും വയ്യാത്ത അവസ്ഥാവിശേഷം. വീട്ടുകാരുടെ കൈയൊന്നും ഒഴിഞ്ഞെങ്കിൽ മാത്രം ഒന്ന് തിരിച്ചു കിടക്കുവാൻ വേണ്ടി കാത്തു കിടക്കുന്ന ഒരു അവസ്ഥാവിശേഷം ആലോചിച്ച് നോക്കുക. കിടപ്പിൽ കിടന്നൊന്ന് തിരിഞ്ഞു പോലും കിടക്കുവാൻ പറ്റാത്തതായ അവസ്ഥാവിശേഷത്തിൽ കിടക്കുന്ന 4 ചുവരുകളിൽ മച്ചിലേക്ക് നോക്കിക്കൊണ്ട് ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് പരിതപിച്ച് ദുഃഖിച്ച് കിടക്കുന്ന അവസ്ഥാവിശേഷം. ബന്ധുക്കൾ, ഭാര്യയോ മക്കളോ കൈയൊഴിഞ്ഞെങ്കിൽ മാത്രം വന്ന് ഒന്ന് തിരിച്ചു കിടത്തി പുറം തുടച്ചു തരുന്നൊരവസ്ഥയും കാത്തു കിടക്കുന്നു. ആ ഒരു സ്ഥിതിവിശേഷത്തിൽ കിടക്കുമ്പോൾ കണക്കെടുത്തു യമധർമ്മദേവന്റെ കൂട്ടാളി. നിരവധി ദ്രോഹങ്ങൾ ചെയ്തിരിക്കുന്നതായ ബ്രാഹ്മണനെ ഈ ലോകത്തിൽ യമപുരയിലേക്ക് കൊണ്ടുവന്ന് ശിക്ഷ കൊടുക്കേണ്ടതായ സമയം സമാഗതമായിരിക്കുന്നു എന്ന് കണ്ട് 4 കാലദൂതാവലികൾ അവിടെ എത്തിച്ചേർന്നു ബ്രാഹ്മണനെ കൊണ്ടുപോകുവാൻ വേണ്ടി. കാലദൂതാവലികളെ കണ്ടതായ ബ്രാഹ്മണൻ പേടിച്ചു. പേടിച്ച് താഴെ കൊണ്ട് പൊടിയത്തുലോ വല്ലാതെ പേടിച്ചു പോയി. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ബ്രാഹ്മണൻ പറഞ്ഞു, ഒറ്റുവെന്നന്തിയെ വന്നിരുന്ന ശ്രീ രക്ഷിച്ചുകൊണ്ട് നാരായണ വിളിച്ചത് പുത്രനെ. പക്ഷെ വിളി കേട്ടത് വിഷ്ണു പാർഷദന്മാർ.
എന്റെ അരികിൽ വന്ന് എന്നെ സംരക്ഷിക്കൂ നാരായണ എന്ന് പറഞ്ഞപ്പോ വിളി കേട്ടത് വിഷ്ണു പാർഷദന്മാരാണ്. വിഷ്ണു സ്വരൂപന്മാരായിരിക്കുന്ന 4 പേർ അവിടെ എത്തിച്ചു. കാലദൂതാവലികളുണ്ടായി പറഞ്ഞു, ഇവനെ കൊണ്ടുപോകുവാൻ സാധ്യമായിട്ടില്ല. ഇവൻ ചെയ്ത ദുരിതങ്ങൾ നിരവധിയാണ്. യമപുരിയിൽ കൊണ്ടുപോയി ദണ്ഡിപ്പിക്കാനുള്ളതായ സമയമായിരിക്കുന്നു. ഇവരെ കൊണ്ടുപോകേണ്ടതാണ്. യമധർമ്മദേവനോട് ചെന്ന് ചൊല്ലിക്കൊള്ളുക. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാകും. യമധർമ്മദേവനോട് ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുമെന്ന് പറഞ്ഞപ്പോൾ വിജനം സജ്ജനം വന്നിരിക്കുന്നവർ സജ്ജനങ്ങളാണ്. അവരുടെ മതം, അവരുടെ അഭിപ്രായം ഞങ്ങൾ ഇതാ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതാവലികൾ അവിടെ നിന്നും അന്തർധാനം ചെയ്തു. കാലദൂതാവലികളുടെ കരങ്ങളിൽ നിന്നും തന്നെ സംരക്ഷിക്കാൻ എത്തിയവരാര് എന്നറിയുന്നതിന് വേണ്ടി വക്രപ്രപാടനാരംഭകാലേ, ആരാണ് നിങ്ങളെന്ന് ചോദിക്കുന്നതിന് വേണ്ടി ചുണ്ടനക്കിയില്ല. വക്രപ്രപാടനാരംഭകാലേ, അത്രയടുത്തതില്ല നിനക്ക്. ഞങ്ങളോട് സമ്മതിക്കുന്നതിന് സമയം സമാഗതമായിട്ടില്ല. നിനക്ക് അത്രയടുത്തതില്ല നിനക്ക്. ഞങ്ങൾ ആരാണ് എന്ന് ചോദിക്കാൻ സമയം നിനക്ക് സമാഗതമായിട്ടില്ല. വിഷ്ണുപാർഷദന്മാരും നടത്തി. കാലദൂതാവലികളുടെ കരങ്ങളിൽ നിന്നും ജന്മം ലഭ്യമായി തീർന്നു. തന്നെ സംരക്ഷിക്കാൻ എത്തിയവർ ആരെന്നറിയാതെ പകച്ചുപോയ രാമള് ആ കിടന്ന കിടപ്പിൽ നിന്നും പതിയെ എഴുന്നേറ്റു. വയ്ക്കുന്ന പാദങ്ങളോടുകൂടി പുത്രമിത്രാദി ബന്ധങ്ങളൊക്കെ വെടിഞ്ഞു. അദ്ദേഹം ഗ്രഹം ഉപേക്ഷിച്ചു. ഗംഗാതീരത്തിലെത്തി. 3 സന്ധ്യകളിലും ഭഗവാനെ ഗായത്രി കൊണ്ട് ഉപാസിച്ചു. ചെയ്തു പോയ തെറ്റിന്റെ പ്രായശ്ചിത്തമായി 3 സന്ധ്യകളിലും ഗായത്രി ചൊല്ലി ഉപാസിച്ചു ഭഗവാനെ. 3 സന്ധ്യകളിലും ഭഗവാനെ ഉപാസിക്കുക എന്നത് ധർമ്മമാണ്. 3 സന്ധ്യകളുണ്ട്. പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. ഈ 3 സന്ധ്യയിലും ഭഗവാനെ ഉപാസിക്കുന്നതാണ്. 3 സന്ധ്യയിലെങ്കിലും 2 സന്ധ്യ ഉപേക്ഷിക്കാൻ പാടില്ല. പ്രഭാത സന്ധ്യയും സായം സന്ധ്യയും. ആ 2 സന്ധ്യകളിലും ദീപം തെളിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഭഗവാൻ തന്നെ ശ്രീമദ് ഭാഗവതത്തില് ആ സന്ധ്യയുടെ പ്രത്യേകതയെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. സന്ധ്യയുടെ പ്രത്യേകതയെ കുറിച്ച് കശ്യപ പ്രജാപതി പറഞ്ഞു, ആര്യയെ ഇത് സന്ധ്യാസമയമാണ്. സന്ധ്യാസമയം ഈശ്വരോപാസനയ്ക്കുള്ളതാണ്. ഈശ്വരോപാസന ചെയ്ത് കാലം കഴിക്കുക. നീ മോഹപ്രാപ്തിക്കുള്ളതല്ല, കാമപ്രാപ്തിക്കുള്ളതല്ല സന്ധ്യാസമയം. കശ്യപ പ്രജാപതി ദിതിയോട് പറഞ്ഞു. അതുപോലെ തന്നെ ഭഗവാൻ മഥുരയിലേക്ക് പോകുന്നതായ സന്ദർഭത്തിൽ കംസൻ നടത്തുന്നതായ ധനുര്യാഗം, 21 ദിവസം നീണ്ടു നിൽക്കുന്ന ധനുര്യാഗത്തിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുവാൻ എന്റെ സന്തനം തന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് കംസൻ അക്രൂര സ്വാമികളെ അയച്ചപ്പോ സ്വാമികൾ ചന്ദനവുമായി വന്നു. ഭഗവാന്റെ ദിതിയായി ഭഗവാന്റെ ഗൃഹത്തിൽ അന്തി ഒഴുങ്ങി. അടുത്ത പ്രഭാതത്തിൽ ഭഗവാനോടൊപ്പം മധുരയിലേക്ക് പോകുമ്പോ മധ്യാഹ്നമായപ്പോ ഒരു പൊയ്കയുടെ തീരത്തിൽ നിന്നു രഥം. ഭഗവാൻ ഇറങ്ങി, രാമകൃഷ്ണന്മാർ ഇറങ്ങി ആ പൊയ്കയിൽ സ്നാനം ചെയ്തു, തർപ്പണം ചെയ്തു, സന്ധ്യാവന്ദനം നടത്തി. തിരുവനന്തപുരം സ്വാമികൾ ചോദിച്ചു, ഭഗവാനെ, ഈശ്വരന്മാരായിരിക്കുന്ന നിങ്ങൾ സന്ധ്യാവന്ദനം ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഭഗവാൻ പറഞ്ഞു, സ്വാമികളെ, ഞങ്ങൾ ഈശ്വരന്മാരാണെന്ന ഭാവത്തിൽ സന്ധ്യാവന്ദനം ചെയ്യാതെ ഇരുന്നാൽ മറ്റുള്ളവരും ഈശ്വരന്മാരാണെന്നുള്ളതായ തോന്നലിൽ സന്ധ്യാവന്ദനം ചെയ്യാതെ ഇരിക്കുന്നു. മനുഷ്യനായി ജന്മമെടുക്കുമ്പോൾ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മമെന്തോ അത് അനുഷ്ഠിക്കുക തന്നെ വേണം. ഭഗവാൻ അവിടെ അരുളി ചെയ്യുന്നു. മനുഷ്യനായി ജന്മമെടുത്തതായ ഭഗവാൻ മനുഷ്യനെ അനുഷ്ഠിക്കേണ്ടതായ കൃത്യങ്ങളെന്തോ അതാണ് അനുഷ്ഠിച്ച് കാണിച്ചു തന്നത്. ആചാര്യഭാവത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ നമുക്ക് പാഠമാക്കി. സന്ധ്യാവന്ദനം ചെയ്യുക, മധ്യാഹ്ന സന്ധ്യാവന്ദനം ചെയ്യുക എന്നത് പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ഭാരതത്തിൽ പറയുന്നു. 3 സന്ധ്യകളിലും ഭഗവാനെ ഉപാസിച്ചു ഗായത്രി കൊണ്ട്. സന്ധ്യാസമയത്ത് ദീപം തെളിച്ച് അതിന് മുന്നിലിരുന്ന് രാമനാമം ജപിക്കും. രാമനാമത്തിന്റെ ശക്തിവിശേഷമുള്ളത് കൊണ്ട് മാനചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരികയില്ല. മാനചിന്തകളെ ഒഴിവാക്കുന്നവൻ രാമൻ. നമ്മുടെ ഉള്ളിലുള്ളതായ ദുഷിച്ച ചിന്താഗതികളെ ഒഴിവാക്കുന്നവനാണ് രാമൻ. അതാണ് രാമനാമം നമുക്ക് ചൊല്ലിത്തന്നു പൂർവികർ. രാമനാമം ജപിക്കൂ സന്ധ്യയ്ക്ക്. രാമനാമം ജപിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ദുഷിച്ച ചിന്താഗതികൾ ഉണ്ടാവുകയില്ല. മനസ്സ് നിർമ്മലമാകുന്നു.
ആ രാമമന്ത്രത്തിന്റെ ശക്തിവിശേഷം ഇന്ന് ഇല്ലാതെയായി തീരുമ്പോൾ ദുഷിപ്പുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സന്ധ്യയുടെ ദുഷിപ്പിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലും ദുഷിച്ച ചിന്താഗതികൾ കടന്നുകൂടുന്നു. സന്ധ്യയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക, സൂര്യാസ്തമനത്തിന് മുമ്പ് ദീപം തെളിക്കുക എന്നതാണ് പ്രാധാന്യമുള്ള കാര്യം. സൂര്യാസ്തമനത്തിന് മുമ്പ് ദീപം തെളിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായിരിക്കുന്നതായ ഭഗവാൻ സൂര്യദേവൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുമ്പോൾ അത് നമ്മുടെ തോന്നൽ മാത്രം. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുമ്പോൾ ഇരുട്ട് പരക്കാതിരിക്കുവാൻ വേണ്ടി ഭഗവാന്റെ കിരണത്തിൽ നിന്നും ഒരു കിരണം കടമെടുത്തുകൊണ്ട് നാം നമ്മുടെ ഉമ്മറപ്പടിയിൽ ഒരു ദീപം തെളിച്ചു വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഭഗവാൻ. അടുത്ത പ്രഭാതത്തിൽ സൂര്യദേവൻ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുമ്പോൾ തലേ ദിവസം കടമാങ്ങിയതായ ഒരു തിരുവെളിച്ചം ഭഗവാന് തിരിച്ചു നൽകിക്കൊണ്ട് സൂര്യോദയത്തിന് മുമ്പ് ദീപം തെളിച്ച് പ്രാർത്ഥിക്കണം. ഭഗവാനെ, ഈ പ്രപഞ്ചത്തിന് വെളിച്ചമേകുന്നതായ ഭഗവാനെ, അവിടുത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സൂര്യോദയത്തിന് മുമ്പ് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക, സൂര്യാസ്തമനത്തിന് മുമ്പ് ദീപം തെളിക്കുക, അസ്തമനത്തിനും ഉദയത്തിനും മുമ്പ് ദീപം തെളിച്ച് പ്രാർത്ഥിക്കണം. സന്ധ്യയാകുമ്പോ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നല്ലേ, ഇപ്പൊ സന്ധ്യയാകുമ്പോ എല്ലാവരും കൂടിച്ചേരും. അന്ന് നാമം ജപിച്ചിരുന്നു എങ്കിൽ ഇന്ന് സീരിയൽക്ക് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. സന്ധ്യാകുമ്പോൾ എല്ലാവരും കൂടി സീരിയൽ സന്ധ്യാനാമം വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രാധാന്യത്തോടു കൂടി തന്നെ നാമം ചൊല്ലുക. എല്ലാവിധത്തിലുള്ളതായ